കഴിച്ചോ? ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അത് ഞാൻ രാത്രി കഴിച്ചോളാടി. ഞാനേ അവൻ്റെ കൂടെ പുറത്ത് പോവാ. പിന്നെ നാളെ തൊട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്താലോ? അയ്യോ അതെന്തിനാ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നേ? നീ മിക്കപ്പോഴും പുറത്താണ്. പിന്നെ നമുക്ക് 2 പേർക്ക് ഷിഫ്റ്റ് ഉള്ളപ്പോഴും ഞാൻ തന്നെ കുക്ക് എടി ചെയ്യുന്നത്. അത് ഫസ്റ്റിൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഇപ്പം നിനക്ക് ഷിഫ്റ്റ് ഉള്ള ദിവസം നീ ക്ഷീണമാണെന്നും പറഞ്ഞ് നീ കിടക്കും. ഇപ്പം നിനക്ക് ഉച്ചയ്ക്കാ പോകണ്ടെങ്കിൽ നീ എഴുന്നേൽക്കുമ്പോൾ ഉച്ച സമയമാകും. അപ്പോൾ എനിക്ക് അവധിയാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുക്ക് ചെയ്യണം. എല്ലാ ദിവസവും ഒരാൾ തന്നെ കുക്ക് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. നിനക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീ അത് മനസ്സിലായിട്ടാണോ അല്ലയോ നീ അത് കാണിക്കുന്നില്ല. സോ ഞാൻ വിചാരിച്ചു നാളത്തോടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നീ രാത്രി അവനെ വിളിക്കുന്നത് കുറച്ച് പതിയെ സംസാരിക്കണം കേട്ടോ. അത് രാത്രി 12 മണിക്ക് 2 മണിക്കും ഒക്കെ അത്യാവശ്യം നല്ല സൗണ്ടിൽ തന്നെ നീ വീഡിയോ കോൾ ചെയ്യുന്നത്. നമുക്കതും ടേൺ വെക്കാം. ഇന്ന് ഞാൻ അടിച്ചു വാരിയോ നാളെ നീ അടിച്ചു വാരിക്കോ. നീ കഴിഞ്ഞ ദിവസം ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചില്ലേ? അതിൻ്റെ വേസ്റ്റും മറ്റേ കൊക്കക്കോളയുടെ ക്യാനും ഒക്കെ ആ മൂലയ്ക്ക് കിടപ്പുണ്ട്. അതൊന്ന് എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ. കാരണം ലാസ്റ്റ് ടൈം ഇതുപോലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നീ കഴിച്ചിട്ട് അവിടെ ഇട്ടു, ഞാൻ അത് ക്ലീൻ ചെയ്ത. പുറത്തു പോകുമ്പോൾ നീ എൻ്റെ ബാഗല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം അതൊന്ന് വെളിൻ്റെ കൂടെ വെച്ചിട്ട് പോകണം കേട്ടോ. കാരണം ഞാൻ പുറത്ത് പോകുമ്പം എനിക്ക് ബാഗില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ജാക്കറ്റിൻ്റെ പോക്കറ്റിലാണ് ഓരോന്ന് ഇട്ടുകൊണ്ട് പോണത്. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് നീ എല്ലാവരുടെ അടുത്തുനിന്നും സഹതാപം പറ്റി. അതുപോലെ എൻ്റെ അടുത്ത് അത് വർക്കായില്ല, അത്രേ ഉള്ളൂ.